എൻ്റെ പേര് സുഭാഷ്. ഞാൻ SF ബാറ്ററി ഡിസ്ട്രിബ്യൂട്ടറാണ്. അരീക്കോടാണ് ഷോപ്പുള്ളത്. അപ്പം ഞാനിവിടെ വീട്ടിൽ താമസമാക്കിയിട്ട് ഏകദേശം ഒരു 7-8 വർഷത്തോളമായി. അപ്പം ഈ കറണ്ട് ബില്ല് എനിക്കൊരു 3000 രൂപ മുതൽ 4000 രൂപ ബില്ല് വരാറുണ്ടായിരുന്നു ഓരോ 2 മാസം കൂടുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ സോളാർ വെക്കാൻ ഉദ്ദേശിച്ചത്. അതൊരു ചെറിയ ഇൻവെർട്ടർ ഉണ്ടായിരുന്നു, രണ്ട് ബാറ്ററി 24 വോൾട്ടിൻ്റെ സിസ്റ്റം ഉണ്ടായിരുന്നു ഇവിടെ. അങ്ങനെ ഞാനത് ഇൻവെർട്ടറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഒരു 3 ബാറ്ററി ആക്കിയിട്ട് 36 വോൾട്ടിൻ്റെ 3 ബാറ്ററി സിസ്റ്റം ആക്കി ഒരു 3.5 kVൻ്റെ ഇൻവെർട്ടർ വെച്ചു. ഒരു സോളാർ പാനൽ വെച്ചിട്ട് വർക്ക് ചെയ്തു. വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്ക് ചെയ്തു. അങ്ങനെ ഇൻവെർട്ടറിന് കുറച്ച് കമ്പനികൾ മറ്റു വന്ന സമയത്ത് MPPT ഡിസ്ഫോർമർ വെച്ചായിരുന്നു, വേറെ ബ്രാൻഡായിരുന്നു. അപ്പം കുറച്ച് കമ്പനികൾ വന്ന സമയത്ത് ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ വെച്ചിട്ട് ഒരു ആശാ പവറിൻ്റെ PCU വാങ്ങിച്ചു, 5 kW. അതിൽ വർക്ക് ചെയ്തു, 4 ബാറ്ററി ആക്കി. അപ്പം ഫുള്ളായിട്ട് വീട് മൊത്തം വർക്ക് ചെയ്യുന്നത് ഇത് തന്നെ വർക്ക് ചെയ്യുന്നത്. കറണ്ട് ബില്ല് ക്യാഷ് എനിക്കൊരു 300 രൂപ 400 രൂപ മാസം ബില്ല് വരാറുള്ളൂ. ഇപ്പം എല്ലാം ഫുള്ള് ക്ലിയർ തന്നെയാണ്. അതുപോലെ ആശാ പവറിൻ്റെ സർവീസും ചില എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ലൈറ്റിങ്ങിൻ്റെ സമയത്ത് ഒരു പ്രാവശ്യം ചെറിയൊരു കംപ്ലയിൻറ്റ് വന്നു. അത് അപ്പോൾ തന്നെ സൈറ്റിൽ വന്നുകൊണ്ട് സർവീസ് തന്നു. ഒരു ദിവസം വിളിച്ച് പറഞ്ഞാൽ അന്ന് തന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നുകൊണ്ട് സർവീസ് തന്നു. ഓക്കെയാണ്. പ്രൊഡക്റ്റ് പക്ക ക്ലിയറാണ്. ഇപ്പം നമ്മൾ ബാക്കിയുള്ള ഞാൻ ഇതിനു മുമ്പ് ബ്രാൻഡ് ഉപയോഗിച്ചല്ലോ, അതിനപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എല്ലാം കൊണ്ട് വർക്കിങ്ങും എല്ലാം പെർഫെക്റ്റാണ്. കമ്പനികൾ വളരെ കുറവാണ്. ഇതിന് മുമ്പുള്ള സ്ഥാനം 1-2 വർഷം കൂടുതൽ കമ്പനി വന്നുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് വേറെ ബ്രാൻഡിലേക്ക് മാറ്റാൻ തന്നെ ഉദ്ദേശിച്ചത്. അപ്പോഴാണ് ഞാൻ ഈ ആശാ പവർ സെലക്ട് ചെയ്യാനുള്ള കാരണം. പ്രൊഡക്റ്റ് വളരെ ക്ലിയർ ആയിട്ടേക്ക് തോന്നി, എല്ലാം കണ്ടും വളരെ ഓക്കെയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രാൻഡ് വെച്ച് നോക്കുമ്പോൾ ക്യാഷിൻ്റെ കാര്യത്തിലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ഒരേപോലെ തന്നെ റേറ്റ് വരുന്നത്. ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കുന്ന സമയത്ത് വലിയ നമുക്ക് റേറ്റ് കൂടുതൽ അനുഭവപ്പെടാനുള്ള ഇതിലൊന്നുമില്ല. പിന്നെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നത് ഓൺസൈറ്റ് സർവീസ് ഇല്ലായിരുന്നു. അതിപ്പം അടുത്ത മാസം മുതൽക്ക് എല്ലാ PCUനും അതുപോലെ തന്നെ ഓൺസൈറ്റ് സർവീസ് വരുന്നത് പറഞ്ഞു. അതുകൊണ്ട് അത് ഓക്കെയാണ്. ഇനിയെങ്കിലും ബാറ്ററി എങ്ങനെയും ഒരു പേശം 4 വർഷം കഴിഞ്ഞിട്ടുണ്ടാകും ബാറ്ററി. ഇപ്പം ഇനി ബാറ്ററി കമ്പനി ആവുന്ന സമയത്ത് എന്തായാലും ലിഥിയം ബാറ്ററിക്ക് മാറുന്നല്ല ഉദ്ദേശിക്കുന്നത്. ലിഥിയം ബാറ്ററി ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചായിട്ടായുള്ളൂ. അതുകൊണ്ട് ഇനി ഇപ്പം മാറുന്ന സമയത്ത് അതിലേക്ക് എന്തെങ്കിലും മാറ്റാണ് ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് ആശാ പവറിന് നോക്കുന്ന സമയത്ത് എനിക്ക് വളരെ സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ആകെ ഇതിനിടയ്ക്ക് ഒരു പ്രാവശ്യം മാത്രം ചെറിയ കമ്പനി വന്നത്. അത് വന്ന് അന്ന് തന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ വൈകുന്നേരം ആൾ വന്നു, ക്ലിയർ ആയിപ്പോയി, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. മൊത്തത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് എല്ലാം നല്ല അഭിപ്രായം തന്നെയാണ്. അതുപോലെ ഇപ്പം എൻ്റെ അടുത്തുള്ള ആദ്യം ഇൻവെർട്ടറാണ് സമയത്ത് ചെറിയൊരു ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരു ഭയങ്കര ഹംസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് മാറ്റിയ സമയത്ത് യാതൊരു പ്രശ്നമില്ല, തീരെ അറിയുന്നില്ല. ഫുൾ കറക്റ്റ് വർക്കിംഗ്, ഒരു പ്രശ്നമില്ല.